ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ 6 സർക്കാർ ജീവനക്കാർക്ക് പണം ഉടൻ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചു. പൊതുഭരണ വകുപ്പിലെ ജീവനക്കാർക്കാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ പണം 18% പലിശയോടെ മടക്കി നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്ക് സസ്പെൻഷൻ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്കെതിരെയും നടപടി ശുപാർശയുണ്ടായത്. ഈ ജീവനക്കാർ ഉടൻ പണം തിരികെ നൽകാൻ സർക്കാർ നോട്ടീസ് നൽകി. അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ പണം 18% പലിശയോടെ മടക്കി നൽകണമെന്നാവശ്യപ്പെട്ടു. അതിനാൽ ഓരോ ജീവനക്കാരും 22,600 രൂപ മുതൽ 86,000 രൂപ വരെ തിരികെ അടക്കേണ്ടി വരും. തട്ടിപ്പ് നടത്തിയ ജീവനക്കാരെ പിരിച്ചുവിടാനാണ് പൊതുഭരണ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ശുപാർശ ചെയ്തത്. എന്നാൽ പെൻഷൻ പണം തിരിച്ചു പിടിച്ച ശേഷം മറ്റു നടപടികൾ മതിയെന്നാണ് സർക്കാർ തീരുമാനം. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ ഉൾപ്പെടെ 1458 പേരായിരുന്നു ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായി ധനവകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. തട്ടിപ്പിൽ ഉൾപ്പെട്ടവരിൽ താഴ്ന്ന തസ്തികയിലുള്ള ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോഴും ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വൈകുന്നു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.